ഒരു ബിസിനസ് സംരംഭമായിട്ട് വന്നു. ആ ബിസിനസ് സംരംഭം ശരിക്കും മാതൃഭാഷയിൽ ഹാക്കിങ്, എത്തിക്കൽ ഹാക്കിങ്ങും ഡിജിറ്റൽ മാർക്കറ്റിങ്ങും മെഡിക്കൽ കോഡിങ്ങും ഒക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അത് വരുന്നത്. അത് തന്നെ പുതിയൊരു അനുഭവമായിരുന്നു. പക്ഷേ ഇന്ന് പുള്ളിയുടെ പ്രസക്തി എന്താണെന്ന് വെച്ചാൽ ഒരു സംരംഭകനായിട്ട് ഇൻഫോ പാർക്കിനുള്ളിൽ ഒരു ഓഫീസും ഒക്കെ ആയിട്ട് വളർന്നു കഴിഞ്ഞു. പക്ഷേ ഈ വീടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പുള്ളിയുടെ വീടാണ്, പക്ഷെ അതല്ല പ്രത്യേകത. ഈ വീട്ടിലെ ഒരു റൂമിൽ നിന്നാണ് ഈ സംരംഭം തുടങ്ങിയത് ഇത്രയും വളർന്നത്. ജോസഫ് ജോർജ് ആണ് ശരിക്കും താരം എന്ന് പറയുന്നത്. ജോസഫ് ചെറിയൊരു ശമ്പളമാണ് എടുക്കുന്നത്, ബാക്കിയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുള്ളതാണ്. പാൻ ഇന്ത്യ ലെവലിൽ പെട്ടെന്ന് ആവാൻ പറ്റി. ഓൾ ഇന്ത്യ ലെവലിൽ 13 ഓഫീസുകളും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റി. അങ്ങനെയിപ്പോൾ ഞങ്ങൾ പോകുന്നു. നമ്മളുടെ ഒരു മിഷൻ ഉണ്ട് നമുക്കിപ്പോഴും. ആ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും ആക്സസിബിൾ ആയിട്ടും അവർക്ക് പറ്റുന്ന രീതിയിൽ ഏറ്റവും ആക്സസിബിൾ ആയിട്ടുള്ള ഒരു അമൗണ്ടിൽ കോഴ്സസ് എത്തിക്കുക, അവരെ പഠിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഒബ്ജക്റ്റീവ്. ഇതെന്ന് പറഞ്ഞാൽ ഞാൻ കോളേജിൽ സെക്കൻഡ് ഇയർ ആയിരുന്നപ്പോൾ തൊട്ട് ഞാനൊരു വിദ്യാർത്ഥി സംഘടനയുടെ ഭാഗമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അന്നും കോളേജ് സെക്കൻഡ് ഇയർ ആയിരുന്നപ്പോൾ ഞാൻ ഒരു ആപ്ലിക്കേഷൻ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു, വിദ്യ എഡ്യൂക്കേഷൻ ആപ്പ് എന്ന് പറഞ്ഞിട്ട്. ശേഷം ഇനോഗ്രേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു ആപ്ലിക്കേഷന്റെ. അപ്പോൾ അതിൽ ഫ്രീ ആയിട്ട് നോട്ട്സ് നൽകാനായിരുന്നു അതിനകത്തുള്ള മിഷൻ. അപ്പോൾ ആ മിഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു അമൗണ്ടിനകത്ത് മാതൃഭാഷയിൽ വിദ്യാർത്ഥികളെ പഠിപ്പിക്കാമെന്നുള്ള ലക്ഷ്യത്തോടെ ഞാൻ വന്നത്. ഡീറ്റെയിൽഡ് ആയിട്ട് ഇരുന്ന് സംസാരിക്കുന്നതിന് മുമ്പ് എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സംശയം, ഈ മെഡിക്കൽ കോഡിംഗ് പോലെയുള്ള സാധനങ്ങളൊക്കെ എങ്ങനെ മലയാളത്തിൽ പഠിപ്പിക്കുക എന്ന് പറയുന്നതിന്റെ അവകാശവാദം എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ശരിക്കും അതിന്റെ ഉള്ളിൽ അതെന്താ ക്രക്സ് എന്താ? നമ്മൾ അതിനകത്ത് ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പം ജർമ്മനി, റഷ്യ, ചൈന, ഈ 3 രാജ്യങ്ങൾ നമുക്കൊരു ഉദാഹരണമായിട്ട് എടുക്കാം. ഈ 3 രാജ്യങ്ങൾ ഏറ്റവും കൂടുതൽ അവരുടെ മാതൃഭാഷയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന രാജ്യങ്ങളാണ്. ഇപ്പൊ ജർമ്മനിയുടെ ഒരു ഉദാഹരണം നമ്മൾ എടുക്കുകയാണെങ്കിൽ തന്നെ, ജർമ്മനിയിൽ പോകണമെങ്കിൽ തന്നെ നമ്മൾ നല്ല രീതിയിൽ ജർമ്മൻ അറിയണം. അപ്പോഴേ നമ്മൾ അതിനകത്ത് കയറ്റ് ചെയ്യത്തുള്ളൂ. അങ്ങനെ തന്നെ ചൈനയിൽ മാൻഡ്രിൻ, മെയിൻലാൻഡ് മാൻഡ്രിനും കാന്റോണീസ് ആണ് അവർ മെയിൻ ആയിട്ട് സംസാരിക്കുന്നത്. റഷ്യയിൽ റഷ്യൻ ഭാഷ സംസാരിക്കുന്നുണ്ട്. അവർ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയ ടോപ്പിക്സ് ഈ അവരുടെ ലാംഗ്വേജസ് തന്നെയാണ് അവർ പഠിപ്പിക്കുന്നത്. അപ്പൊ ഈ ഇംഗ്ലീഷിൽ തന്നെ പഠിപ്പിക്കണം എന്നുള്ളൊരു ഇല്യൂഷൻ ശരിക്കും ഇന്ത്യയിൽ മാത്രമാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ബാക്കി സക്സസ്ഫുൾ ആയിട്ട് ഇപ്പൊ ജപ്പാൻ ഇപ്പൊ ആരെങ്കിലും ഇംഗ്ലീഷ് സംസാരിക്കുമോ? എല്ലാവരും ജാപ്പനീസ് തന്നെയല്ലേ സംസാരിക്കണേ. അപ്പം ഏതൊരു കോംപ്ലിക്കേറ്റഡ് കാര്യം നമുക്ക് അവരുടേതായ മാതൃഭാഷയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. മാതൃഭാഷയിൽ എക്സ്പ്ലെയിൻ ചെയ്താൽ മാത്രമേ ആ വിദ്യാർത്ഥിക്ക് ശരിക്കും ആ കാര്യം പൂർണ്ണമായിട്ട് മനസ്സിലാക്കത്തുള്ളൂ. നമ്മൾ ഹാർവേഡ് റിസർച്ച് സെന്റർ ഉണ്ട്, പ്യൂ റിസർച്ച് സെന്റർ ഉണ്ട്. അങ്ങനെ ഗവേഷണം നടത്തിയ, വിദ്യാഭ്യാസ മേഖലയിൽ ഗവേഷണം നടത്തിയ ഒത്തിരി ഓർഗനൈസേഷൻസ് ഉണ്ട്. എല്ലാവരുടെയും സ്റ്റഡീസ് നമ്മൾ നോക്കുമ്പോൾ മാതൃഭാഷയിൽ പഠിച്ചാൽ മാത്രമേ കുട്ടികൾക്ക് റിട്ടൻഷൻ ഇമ്പ്രൂവ് ആകുക, ആ കോൺസെപ്റ്റ് മനസ്സിലാക്കുക, പ്രാക്ടിക്കലി ആ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക. എല്ലാ വീട്ടിലുള്ള ഒരു കഥയാണ്, ഒരു സാധാരണക്കാരായ എല്ലാവരുടെ വീട്ടിലുള്ള കഥയാണ്. ഒരു കോഴ്സിന് ഒരു വിദ്യാർത്ഥിനെ വിട്ടു, അച്ഛനും അമ്മയും കഷ്ടപ്പെട്ട് കാശൊക്കെ സേവ് ചെയ്ത് വിട്ടു. ആ കുട്ടി അവിടെ പോയിട്ട് അത് പഠിക്കാണ്ട്, അല്ലെങ്കിൽ പഠിക്കാൻ പറ്റാത്തതുകൊണ്ട്, ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട്, പാഷൻ ഇല്ലാത്തതുകൊണ്ട് അത് ഇട്ടിട്ട് വരിക എന്നുള്ളത് വളരെ കോമൺ ആയിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. അപ്പം ഇതിന്റെ ഒരു സൊല്യൂഷൻ നമ്മൾ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് കോഴ്സിന് എണ്ണം കൂട്ടാനും ഒരേ അമൗണ്ടിന് എല്ലാ കോഴ്സുകളിലേക്കും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു ഫീച്ചർ നമ്മൾ വെച്ചത്. അപ്പൊ ആ അമൗണ്ടിന് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ കോഴ്സസും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അതിൽ നിങ്ങളുടെ പാഷൻ എന്താണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു മേഖല എന്താണ് നിങ്ങൾ തിരഞ്ഞെടുത്തിട്ട് നിങ്ങൾക്ക് ആ കോഴ്സിനകത്ത് കണ്ടിന്യൂ ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൽ ഈ പറഞ്ഞ പോലെ ഇന്റേൺഷിപ്പും പ്ലേസ്മെന്റും അതിലേക്ക് പ്ലേസ്മെന്റ് അസിസ്റ്റൻസിലേക്ക് നിങ്ങൾ മൂവ് ചെയ്യുന്നുണ്ടോ. അപ്പൊ അങ്ങനത്തെ ഒരു ഈക്കോ സിസ്റ്റം ഉണ്ടാക്കണം എന്നുള്ളൊരു മിഷൻ പെട്ടെന്ന് കയറി. അതുകൊണ്ടാണ് നമ്മൾ റാപ്പിഡായിട്ട് കോഴ്സസ് ആഡ് ചെയ്യാൻ തുടങ്ങിയത്, പുതിയ കോഴ്സുകൾ. കാരണം കുട്ടികൾക്ക് ആ ഒരു ഒറ്റ പ്രൈസ് പോയിന്റിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ള എൻ്റെ കോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യാൻ മാത്രം ഒരു യോഗമല്ലാണ്ട് അവർക്ക് കുറെ വിവിധ ഇൻഡസ്ട്രീസ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റണം. അതിൽ അവരുടെ പാഷൻ എന്താണോ അത് കണ്ടുപിടിച്ച് അത് മുറുക്കി പിടിച്ചിട്ട് അതിലേക്ക് മൂവ് ചെയ്യാൻ പറ്റണം. കുറച്ച് വരുമ്പോഴത്തേക്ക് കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടാവുമല്ലോ, അപ്പൊ സഹ കോമ്പറ്റീറ്റേഴ്സ് ഒക്കെ എങ്ങനെയാണ് ഇപ്പൊ നിൽക്കുന്നത്? ഭയങ്കര പ്രശ്നമാണ്. അതായത് ഇപ്പൊ നോർമലി ഇപ്പൊ നമ്മളൊരു ഇൻഡസ്ട്രിയിൽ ഒരു 30,000-40,000 പ്രൊഡക്റ്റ് ഒരു അമൗണ്ടിന് സെല് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു ഇഷ്യൂ, അതിപ്പോ ഒരു ബേസിക് ലെവൽ ഒരു മാർക്കറ്റിലും നടക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ ഒരു വ്യക്തിയുടെ ഇൻകം ആണല്ലോ അവിടെ പോണത്. ഇപ്പൊ ഭീഷണികളും പല വ്യത്യസ്ത രീതിയിലുള്ള ഇന്റിമിഡേഷൻ നടക്കാറുണ്ട്. പക്ഷേ ദൈവം അനുഗ്രഹിച്ച് നമ്മൾ നമ്മുടെ ഒരു മിഷൻ വിട്ടു പോകാണ്ടിരിക്കുക, എപ്പോഴും എൻ്റെ ഒരു ലക്ഷ്യം അതാണ്. ആ കൂട്ടത്തിൽ നിങ്ങൾ ഈ കുറച്ചുപേരെ സൗജന്യമായിട്ടൊക്കെ ചെയ്തല്ലോ. അതെ, അതൊക്കെ ഓരോ കമ്പനീസും കോമ്പറ്റീഷന്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാ. പക്ഷെ അങ്ങനെയൊക്കെ വരുമ്പോ ഇതിനകത്ത് സത്യത്തിൽ അത് ചെയ്യുമ്പോ മനസ്സുഖമാണോ അതോ മാർക്കറ്റിംഗ് ആണോ നിങ്ങൾ ശരിക്കും ലക്ഷ്യം വെക്കണേ? അത് ഇപ്പൊ അതിനകത്ത് ഞങ്ങള് 100 കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് പഠിപ്പിച്ച ഒരു ആശയത്തിനകത്ത് നമുക്കൊരു പ്രോപ്പർ ഒരു ക്രൈറ്റീരിയ ഉണ്ട് അതിനകത്ത്. അതായത് നമുക്കിപ്പോൾ ഡിസബിലിറ്റി അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ, ഇപ്പം ഒരു പാരന്റ് മരിക്കുക, അപ്പൊ അതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് എനിക്ക് പേഴ്സണലി അറിയാം. അപ്പം ഒരു പാരന്റ് പോകുമ്പോൾ ഒരു ഫാമിലിക്ക് ഉണ്ടാകുന്ന ഒരു ഇൻകം ഷോർട്ടേജ്, അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള ഫാക്ടേഴ്സിലാണ് നമ്മൾ ആ ഒരു
ഓപ്ഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം അല്ലാണ്ട് നോർമൽ ആൾക്കാർക്ക് അത് സ്വാഭാവികമായിട്ട് ചെറിയൊരു എമൗണ്ട് ആണ്, അവർക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് ആണ്. ക്ലിയർലി ഡിവൈഡഡ് ആണ്. അവരെ വർക്ക് ഫംഗ്ഷൻ അവർ ചെയ്തില്ലെങ്കിൽ വളരെ എളുപ്പത്തിൽ അവരെ മാനേജറിനെ തന്നെ അപ്പൊ തന്നെ ഒരു പിങ് വരിക, ആ രീതിയിലൊക്കെ പോകാറുണ്ട്. നമ്മൾ അത്യാവശ്യം കോർപ്പറേറ്റ് കമ്പനീസിന്റെ സിസ്റ്റംസ് കണ്ടുപിടിച്ചിട്ടാണ് ഇവിടെയുള്ള എല്ലാ സിസ്റ്റംസും നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പൊ എല്ലാം സോഫ്റ്റ്വെയർ ബാക്ക്ഡ് ആയതുകൊണ്ട് തന്നെ അക്കൗണ്ടബിലിറ്റിയും ട്രാക്കിങ്ങും വളരെ വ്യക്തമായിട്ട് തന്നെ നമ്മൾ ചെയ്യാറുണ്ട്. ഇവിടെ ബാക്കിയുള്ള സ്റ്റുഡിയോസും സാധനങ്ങളൊക്കെ ഉണ്ടല്ലേ? അതെ, ഇത് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ടൊരു സ്റ്റുഡിയോ ആണ്. നമ്മള് ജസ്റ്റ് സാധാരണ ചെറിയ സംവിധാനങ്ങൾ മതി നമുക്ക്, ഒരു ക്രോം അടിച്ചിട്ട് ഉള്ള സംവിധാനങ്ങൾ ഗ്രീൻ സ്ക്രീൻ ഉണ്ടാവും. നമ്മൾ അതിന്റെ ബാക്കിൽ ഇരുന്നിട്ടാണ് പഠിപ്പിക്കുക. പിന്നെ സ്ക്രീൻ ഷെയർ ചെയ്യേണ്ട സമയമാകുമ്പോൾ നമ്മൾ സ്ക്രീൻ ഷെയർ ചെയ്യും. നമ്മള് ക്ലാസ്സസ് എല്ലാം കണ്ടാൽ മനസ്സിലാവും. അങ്ങനെ എഴുതി പഠിപ്പിക്കുമ്പോൾ കുട്ടികൾക്ക് ഇത്തിരി കൂടെ ഒരു സ്കൂളിലും കോളേജിലും പഠിക്കുന്ന ആ ഒരു ഫീലിംഗ് വരും. ആ ഒരു കാര്യം നമുക്ക് മിമിക് ചെയ്യാൻ പറ്റും. മെഡിക്കൽ കോഡിംഗ് എന്നൊക്കെ പറയുന്നത് നമുക്ക് പല സ്ഥലത്തു നിന്നായിരിക്കുമല്ലോ തൊഴിൽ വരുന്നത്. അതൊക്കെ എങ്ങനെ മലയാളത്തിൽ പഠിപ്പിക്കാൻ പറ്റും? ഇല്ലെങ്കിൽ അതിന്റെ കമ്മ്യൂണിക്കേഷൻ എങ്ങനെ നമ്മൾ ഇത് എങ്ങനെ സാധ്യമാവും എന്നുള്ളത്? ഇപ്പൊ മെഡിക്കൽ കോഡിംഗിന്റെ ഉദാഹരണത്തിനകത്ത് നമ്മൾ കോഡ്സ് എല്ലാം APC എന്നുള്ള സംഘടനയാണ് രൂപീകരിച്ചിരിക്കുന്നത്. അപ്പൊ അതായത് കോഡ്സ് നമ്മൾ പഠിക്കുകയാണെങ്കിൽ തന്നെ ഇപ്പൊ മെഡിക്കൽ കോഡിംഗിന്റെ പരീക്ഷ ഓപ്പൺ ബുക്ക് ടെസ്റ്റ് ആണ്. അതായത് നമുക്ക് കാണാപ്പാടം പഠിച്ചു പോകേണ്ട ആവശ്യമില്ല. ആ ടെക്സ്റ്റ് ബുക്ക് നമുക്ക് കൃത്യമായിട്ട് ഓപ്പൺ ചെയ്തിട്ട് ആ ഓരോ കോഡ് എവിടെയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ ടാസ്ക് വരുന്നത്. അപ്പം ആ കോഴ്സിനകത്ത് ശരിക്കും ഇംഗ്ലീഷ് ഫ്ലുവൻസിയുടെ റിക്വയർമെന്റ് വരുന്നില്ല. എന്നാൽ ഈ ഇപ്പം നമ്മൾ മോട്ടിവേഷൻ ലെവലിൽ സംസാരിക്കുന്നുണ്ടെങ്കിലും ഈ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ഇതിന്റെ എക്സാക്ട് കാര്യം ഫാക്ട്സ് ഒക്കെ ആയിരിക്കും എല്ലാവരും നോക്കുക. രണ്ടാമത് കുറെ പേർക്ക് ജോലി കിട്ടിയാൽ മാത്രമാണ് നമുക്ക് ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റുക, ഇല്ലെങ്കിൽ പറ്റില്ല. അതിനൊക്കെ എന്തെങ്കിലും ടെക്നിക്ക് ഉണ്ടോ? ഇപ്പൊ സാധാരണഗതിയിൽ ഇത് എല്ലാവരും പ്രയോഗിക്കുന്ന കാര്യങ്ങളല്ലേ നമുക്കും പറ്റുള്ളൂ. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റുമോ? അല്ലാതെ പലരും പോസ്റ്റേഴ്സും ഫോട്ടോസും വെക്കാറുണ്ട്, പക്ഷെ പിന്നീട് അതിന് നമ്മൾ ചോദ്യം വരാറുണ്ട്. അതായത് ഇപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഒരു കുട്ടി ഒരു കോച്ചിങ് സെന്ററിൽ പഠിച്ചിട്ടില്ല, പക്ഷെ ആ കോച്ചിങ് സെന്ററിൽ പഠിച്ചു എന്ന് പറഞ്ഞിട്ട് പോസ്റ്റർ ഇറങ്ങുന്ന ഒരു സാഹചര്യം. അത് മാറ്റാനായിട്ടാണ് ഒരു ലെജിറ്റിമസി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വീഡിയോസ് എടുത്തിട്ട് ചെയ്യാറ്, ഓപ്പറേറ്റ് ചെയ്യണത്. ഇതിന്റെ ബാക്കിൽ JAP എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ട് നമുക്ക്, ജോബ് എക്സലറേഷൻ പ്രോഗ്രാം എന്ന് പറയും. അത് പരീക്ഷയ്ക്ക് മുമ്പ് ക്വസ്റ്റ്യൻ പേപ്പർ കൊടുക്കുക എന്നാണ് നമുക്ക് ഷോർട്ടായിട്ട് പറയാൻ പറ്റണേ. ഇപ്പൊ ഒരു പർട്ടിക്കുലർ ജോബ് ഇന്റർവ്യൂക്ക് വിടുന്ന ആൾ മുമ്പ് ആ കമ്പനിയുടെ ഓണറിനെ പറ്റി, ആ കമ്പനിയുടെ പ്രൊഫൈലിനെ പറ്റി, ജോബിന്റെ പ്രൊഫൈലിനെ പറ്റി, ജോബിന്റെ സ്കിൽസിനെ പറ്റി നമ്മളൊരു വ്യക്തമായ ട്രെയിനിങ് ആ സ്റ്റുഡന്റിന് കൊടുക്കും. അതിനാണ് JAP എന്ന് പറയുന്നത്, ജോബ് എക്സലറേഷൻ പ്രോഗ്രാം. അപ്പം എന്താ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റുഡന്റ് ഇന്റർവ്യൂക്ക് പോകുന്ന സമയത്ത് ആ ജോലിക്ക് പറ്റി മാത്രമല്ല അറിയുന്നത്, ആ സ്ഥാപനത്തിനെ പറ്റിയും സ്ഥാപനത്തിന് ഓണർ, അവർ ഈത്തോസ്, ഫിലോസഫി, അങ്ങനത്തെ കാര്യങ്ങൾ. ഇപ്പം ഉദാഹരണത്തിന് നമ്മൾ ഇൻഫോസിസിൽ വിടുകയാണെങ്കിൽ ആ ഫുൾ ചരിത്രം വെച്ചാണ് നമ്മൾ വിടണം സ്റ്റുഡന്റിന്. അപ്പൊ ആ കാൻഡിഡേറ്റ് ഇൻട്രസ്റ്റഡ് ആണെന്നുള്ളൊരു പെർസെപ്ഷൻ നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് ആ ഒരു ഇന്റർവ്യൂവിന് അടുത്ത്. അപ്പം ഇത്തരത്തിൽ പല കാര്യങ്ങളും നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യും. പ്ലസ് ഈ മദർ ടങ്ങിന്റെ ആസ്പെക്ട്. പിന്നെ ഞാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞല്ലോ, ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം നമ്മുടെ കോഴ്സ് സ്വിച്ചിങ്. അതായത് എല്ലാ കോഴ്സസ് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു ഫ്രെയിം വർക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് ആ ഒരു ഒറ്റ അമൗണ്ടിനകത്ത്. അപ്പം പാഷൻ കണ്ടുപിടിക്കുക, അപ്പൊ പാഷൻ കണ്ടുപിടിക്കുക, പ്ലസ് മാതൃഭാഷയിൽ പഠിച്ച് റിട്ടൻഷൻ ഇംപ്രൂവ് ചെയ്യുക, പ്ലസ് JAP പോലത്തെ ഇന്റർവ്യൂ ട്രെയിനിങ് പ്രോഗ്രാംസ്. ഓർഗനൈസേഷന്റെ എഫിഷ്യൻസി, അതായത് സംഘടനയുടെ ഒരു എഫിഷ്യൻസിയും പ്രോഡക്റ്റിന്റെ ഒരു ക്വാളിറ്റി, ഇത് രണ്ടാണ് നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്ത് മുമ്പിലേക്ക് പോകുന്നത്. വിജയം താനേ വന്നോളൂ. അതെ അതെ അതെ, അങ്ങനെ വരട്ടെ. അപ്പോൾ കാണുമ്പോൾ ഒരു സന്തോഷമുള്ള ഒരു കാര്യമാണ്. കാരണം ഇത്രയും പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു ചെറുപ്പക്കാരനെ പരിചയപ്പെടാൻ കഴിഞ്ഞതിലുള്ളൊരു സന്തോഷമാണ് എനിക്കുള്ളത്. നന്ദിയുണ്ട് പരിചയപ്പെടാൻ കഴിഞ്ഞത്.